Hello students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാറുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു ഭാഗത്തു നിന്നാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ആംഗുലർ മൊമെൻറ്റം, അതിൻ്റെ കൺസർവേഷൻ ലോസ്, ആ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് റോളിംഗ് ബോഡീൻ്റെ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബോഡീൻ്റെ കൈനറ്റിക് എനർജി, അതിൻ്റെ വെലോസിറ്റി കാര്യങ്ങൾ. ദെൻ കംസ് ടോർക്ക് എന്നൊരു സെക്ഷൻ. ഇത്രയും ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. അപ്പം നമുക്ക് ആദ്യം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു സെക്ഷന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, അതായത് മാസ് എന്നൊരു ടേം, അതിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണ്? ഇറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സ്റ്റേറ്റ് പാരലൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഓൺ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം നമുക്കറിയാം പാരലൽ ആക്സിസും പെർപെൻഡിക്കുലർ ആക്സിസും എന്താണ്. ഈ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ആദ്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പാരലൽ ആക്സിസ് തിയറം ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് പറയാം, according to parallel axis theorem, moment of inertia of a body about an axis is equal to the sum of the moment of inertia about a parallel axis and the product of mass and square of the distance. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയഗ്രാം വരയ്ക്കുക, സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഈ ഫോമിൽ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് മാർക്ക് കിട്ടും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, moment of inertia of a body about the z axis is always equal to the sum of the moment of inertia about the x axis and y axis. അപ്പോൾ ഡയഗ്രാം എക്സ് വൈ സെഡ് കാണിക്കുക, iz equal to ix plus iy. Okay, write two factors on which the moment of inertia depends. Moment of inertia depend ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? It depends one on mass, okay, and the other I equal to mr square ആണല്ലോ ഫോർമുല. അപ്പം ഒന്ന് മാസ് ആണ്, മറ്റേത് എന്താണ്? റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, moment of inertia is regarded as measure of rotational inertia. Why? കാരണം എന്തായിരിക്കും? rotational inertia depends upon mass and the square of the distance between the axis of rotation and the body. Okay, so and moment of inertia also depends on those things. So we say moment of inertia is regarded as measure of rotational inertia. ക്ലിയർ? അതായത് റൊട്ടേഷണൽ ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിലാണോ അതൊക്കെ തന്നെയാണ്, ആ ഫാക്ടേഴ്സിലൊക്കെ തന്നെയാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? അത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനർഷ്യ. അപ്പോൾ ഈ ചോദ്യം ഒരു 2-3 പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് ചോദിച്ചാൽ ആദ്യം ഫോർമുല എഴുതുക, k = √/i/m. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ വേറെ ഉണ്ട്, പക്ഷേ എളുപ്പമുള്ള ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടു മാസ്. അപ്പോൾ അത് ഓർത്ത് വെച്ച്, ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താം. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് an axis through its center and perpendicular to it is mr square. Name the theorem used to find the moment of inertia of the ring about the diameter. Okay, അപ്പം സെൻറ്ററിൽ കൂടി പോകുന്ന ആ ഒരു ആക്സിസിൻ്റെ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr square ആണ്. അപ്പം അതിൻ്റെ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് തിയറമാണ് യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ ചോദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. അപ്പം അതിന് റിംഗ് വരയ്ക്കുക, പിന്നെ അതിൻ്റെ AB ആണ് സെൻറ്ററിലേക്ക് കൂടി പോകുന്ന ആക്സിസ്, 2 ഡയമീറ്റേഴ്സ് വരയ്ക്കുക. എന്നിട്ട് അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം iz equal to ix plus iy. ഇവിടെ iz എന്ന് പറയുമ്പം IAB ആണ്, ix എന്ന് പറയുമ്പം ID ആണ്, iy എന്ന് പറയുമ്പം ID ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വേറ്റ് ചെയ്യുക, ദറ്റ് ഈസ് ഈക്വൽ ടു 2ID. സോ IAB തന്നിട്ടുണ്ട് mr square ആണ്, സോ mr square equal to 2ID or ID equal to mr square by 2. ഓക്കെ, name the theorem to find moment of inertia about the tangent of a ring. ഓക്കെ, ഈ ചോദ്യത്തിൻ്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ടാൻജൻറ്റ് ഓഫ് എ റിംഗ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് തിയറമാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറമാണ്. എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി,
മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ടാൻജന്റ് ആണെങ്കിൽ നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യും. അബൌട്ട് ദ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. പിന്നെ ഇതിൽ ആ ചോദ്യം മാത്രമല്ല, ഫൈൻഡ് ഔട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും കൂടിയുണ്ട്. അപ്പോൾ ഫ്രം പാരലൽ ആക്സിസ് തിയറം ഡയഗ്രാം വരയ്ക്കുക. ഫ്രം പാരലൽ ആക്സിസ് തിയറം I tangent will be equal to I diameter plus mr square. പിന്നെ അത് ഇക്വേറ്റ് ചെയ്യുക, യു ഗെറ്റ് 3/2 mr square. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ദ ഡയമീറ്റർ ആൻഡ് ടാൻജന്റ് പഠിച്ചിരിക്കുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ദ ടാൻജന്റ് അതും ചോദിച്ചിട്ടുണ്ട്. യൂസിംഗ് പാരലൽ ആക്സിസ് തിയറം ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് എ ടാൻജന്റ്. Given the moment of inertia of the diameter is mr square by 4. അപ്പോൾ about the tangent ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട തിയറം എന്താണ്? പാരലൽ ആക്സിസ് തിയറം ആണ്. ഇപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരം ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഫോർമുല എഴുതുക, 5/4 mr square കിട്ടും. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റോഡ് അബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ത്രൂ സെൻറ്റർ ഇസ് ml square by 12. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റോഡ് അബൌട്ട് എൻ ആക്സിസ് ത്രൂ വൺ എൻഡ്. ഈ ചോദ്യം വന്നാൽ അതിൻ്റെ ഡയഗ്രാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഡയഗ്രാം മസ്റ്റ് ആണ്, ഡയഗ്രാമിന് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുക, സെൻറ്ററിലേക്ക് കൂടി പോകുന്ന ആക്സിസ് എ കാണിക്കുക, പിന്നെ ഏറ്റവും അറ്റത്തെ കൂടി പോകുന്ന ആക്സിസ് ബി കാണിക്കുക. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ദൂരം L/2 ആണ്. ഓക്കെ, ഇപ്പം പാരലൽ ആക്സിസ് തിയറം പ്രകാരം ബി വിൽ ബി ഈക്വൽ ടു IA പ്ലസ് ML/2 ദ ഹോൾ സ്ക്വയർ. ഇനി IA തന്നിട്ടുണ്ട് ml square by 12 പ്ലസ് ml square by 4 ചെയ്യുക, യു ഗെറ്റ് ml square by 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആൻഡ് ത്രൂ ഇറ്റ്സ് സെന്റർ ഇസ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? mr square by 2. Write an expression for the moment of inertia of a sphere about an axis through its center and perpendicular to its plane. 2/5 mr square ആണ്. Write the relation between moment of inertia and angular momentum. Moment of inertia I ആണ്, angular momentum L ആണ്. So L equal to I omega. If a student fixes two discs of mass m and radius r at the two ends of a meter scale. നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. 2 ഡിസ്ക് ഉണ്ട്, 1 മീറ്റർ സ്കെയിലിൽ 2 അറ്റത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൊട്ടേറ്റ്സ് എ സിസ്റ്റം അബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ സ്കെയിൽ ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടില്ല, പക്ഷേ അതിലുണ്ട്. വാട്ട് വിൽ ബി ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം? ഓക്കെ, അപ്പം ഈ സെൻറ്ററിലേക്ക് കൂടി ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഇതൊരു റോഡാണല്ലോ. അപ്പം ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം വിൽ ബി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റോഡ് അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ plus the moment of inertia of this disk plus the moment of inertia of this disk about the axis AB. അതാണ് എഴുതിയിരിക്കുന്നത്. I rod plus I disk plus I disk. ഓക്കെ, ഇനി I rod എന്താണ് നമുക്കറിയാം, ഇത് ml square by 12 ആണ്. ഇനി what is the moment of inertia of this disk about the axis AB? നമ്മൾ ഏത് തിയറം യൂസ് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരം ഇതിന് പാരലായിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഒരു ലൈൻ, അത് ഡയമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പം ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ബി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി I diameter പ്ലസ് m ഇൻറ്റു ദിസ്, ഈ ലെങ്ത്തിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് I diameter പ്ലസ് മാസ് ഇൻറ്റു വാട്ട് ഇസ് ദിസ് ലെങ്ത് L/2. അപ്പോൾ L/2 സ്ക്വയർ. ഈ ഡിസ്കിനും ഇത് തന്നെയാണ് ആൻസർ. സോ ഇത് 2 പ്രാവശ്യം എഴുതും, അതുകൊണ്ട് ഇൻറ്റു 2 എന്ന് എഴുതി. 2 പ്രാവശ്യം എഴുതിയിട്ടില്ല, ഞാൻ ഇൻറ്റു 2 എന്ന് എഴുതി. എന്നിട്ട് ഇത് ഇക്വേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഇത് ഇക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ 7 ml square by 12 പ്ലസ് mr square by 2. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഡിസ്ക്, റിങ്, റോഡ്, അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഗേൾ റൊട്ടേറ്റിംഗ് ഇൻ എ ചെയർ വെൻ ഷീ സ്ട്രെച്ചസ് ഹർ ഹാൻഡ്സ്? മൊമെന്റ് ഓഫ് ഇനേഷ്യൻ്റെ ജനറൽ ഫോമുല എന്താ? I equal to mr square. ഒരു കുട്ടി ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്യുമ്പം ആറിൻ്റെ വാല്യൂ കൂടുവാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുക ചെയ്യുക. ഈ രീതിയിലുള്ള ചോദ്യം പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. ഡയഗ്രാംസ് തരും, ചിലപ്പം ഒരു ഫിഗർ എ, ഫിഗർ ബി, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു കുട്ടി ഫിഗർ എയിൽ ഒരു കുട്ടി കൈ ബോഡിയോട് അടുത്ത് വെച്ചിരിക്കുകയാണ്, ഫിഗർ ബിയിൽ കൈ സ്ട്രെച്ച് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഏതിലാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ എന്ന ചോദ്യം. ഏതിലായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ? സ്ട്രെച്ച് ഔട്ട് ചെയ്തിരിക്കുന്ന ഫിഗറിലായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ, കാരണം അവിടെ 6 കൂടും. ഏതിലാണ് ആംഗുലർ വെലോസിറ്റി കൂടുതൽ? ആംഗുലർ വെലോസിറ്റി കൂടുകയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അവിടെ കുറയണം.
ഓക്കെ. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറയുന്നത് ഏത് കേസാണ്? കുട്ടീൻ്റെ ഹാൻഡ്സ് ബോഡീൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറയും, അപ്പോൾ അവിടെ ആംഗുലർ വെലോസിറ്റി കൂടും. അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് മനസ്സിലാക്കി പഠിക്കണം. വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലർ സ്പീഡ്? അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആണത്. അപ്പം സ്ട്രെച്ച് ഔട്ട് ചെയ്യുമ്പം ഹാൻഡ്സ് സ്ട്രെച്ച് ഔട്ട് ചെയ്യുമ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണ് ചെയ്യുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി അവിടെ കുറയാണ് ചെയ്യുക. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ ഒരു ഫോർമുല എന്താ? L ഈക്വൽ ടു I ഒമേഗ. L കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, L കോൺസ്റ്റൻ്റ് ആണ് സപ്പോസ്, എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലെങ്കിൽ L കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ I കൂടുകയാണെങ്കിൽ ഒമേഗ കുറയും, ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ വിച്ച് ഇസ് അപ്ലൈഡ് ഹിയർ. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കൺസർവേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ്. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുക? വെൻ ദി എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് സീറോ, ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ബോഡി ഈസ് കൺസർവ്ഡ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് എ ഹാർഡ് ബോയിൽഡ് എഗ് ആൻഡ് എ റോ എഗ്? വീണ്ടും ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഡിസ്കസ്ഡ്. ഒരു ഹാർഡ് ബോയിൽഡ് എഗ് എന്ന് വെച്ചാൽ ബോയിൽഡ് എഗ് ആണ്, അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം സോളിഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. റോ എഗ് ആണെങ്കിലോ അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം ലിക്വിഡ് ഫോമിലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങും. രണ്ട് ഹാർഡ് ബോയിൽഡ് എഗിനെയും റോ എഗിനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ഏതിനായിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ റോ എഗിനായിരിക്കും അല്ലേ? അപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലാണെങ്കിൽ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി കുറവായിരിക്കും. അതേസമയത്ത് ഹാർഡ് ബോയിൽഡ് എഗിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറവായിരിക്കും, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പം വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് റോ ഏതാണ് ബോയിൽഡ് എഗ് എന്ന് തീരുമാനിക്കാം. ഇപ്പം ഇത് എങ്ങനെയായിരിക്കും ഇതിൽ പറയാം? ഹാർഡ് ബോയിൽഡ് എഗിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കുറവാണ്, ആംഗുലർ വെലോസിറ്റി കൂടുതലാണെന്ന് പറയുമ്പോൾ ദിസ് വിൽ മൂവ് വിത്ത് എ ഗ്രേറ്റർ വെലോസിറ്റി. ഓക്കെ. ഇക്വേഷൻ കണക്റ്റിംഗ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് ലീനിയർ മൊമെൻറ്റം ഇസ്, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഇറ്റ് ഇസ് വാട്ട്? L ഈക്വൽ ടു R ക്രോസ് P. ഹിയർ L ഇസ് ദി ആംഗുലർ മൊമെൻറ്റം ആൻഡ് P ഇസ് ദ ലീനിയർ മൊമെൻറ്റം. In translatory motion, angular momentum dash, always zero, always greater than 1, may be present, is always infinity. Translatory motion le angular momentum undavam. So the answer is may be present. Deduce the relation between torque and angular momentum. അപ്പോൾ ടോർക്കും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ആ റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ റിലേഷൻ എന്താണ്? ടൗ ഈക്വൽ ടു DL/dt ആണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് എത്തുക? വി സ്റ്റാർട്ട് വിത്ത് L ഈക്വൽ ടു R ക്രോസ് P. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം DL/dt വിൽ ബി ഈക്വൽ ടു D/dt ഓഫ് R ക്രോസ് P. അപ്പം dr/dt, അപ്പോൾ ഓരോ ടേംസിനെയും വേറെ വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dr/dt ക്രോസ് P പ്ലസ് R ക്രോസ് dp/dt. Now what is dr/dt? R ഒരു പൊസിഷൻ വെക്ടർ അല്ലേ, അപ്പോൾ dr/dt എന്തായിരിക്കും? വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ക്രോസ് P എന്താണ്? P ലീനിയർ മൊമെൻറ്റം ആണ്. സോ ദാറ്റ് ഇസ് mv. അപ്പോൾ v ക്രോസ് mv പ്ലസ് R ക്രോസ് d/dt ഓഫ് P. P എന്താണ്? mv ആണ്. അപ്പം ഇവിടെ v ക്രോസ് v വരുന്നത് കാരണം ദിസ് വിൽ ബി 0. Then R cross d/dt of mv, m is a constant, m പുറത്തേക്ക് എടുത്തു, dv/dt ആണ്. അപ്പോൾ R cross ma is what? Force. So it is R cross F, and R cross F is torque. അങ്ങനെ നമുക്ക് കിട്ടുന്നത് എന്താ? DL/dt ഈക്വൽ ടു ടോർക്ക്. ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. Ramya stands at the center of a turntable with hands stretched out. Again, this relates to the first question that we studied. Table is rotating with 40 revolutions per minute. What will happen to her moment of inertia if she holds her hands back? കൈകൾ ബോഡീൻ്റെ അടുത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യക്ക് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ഡിക്രീസ്. ഇഫ് ദി ആംഗുലർ സ്പീഡ് ഇസ് ഇൻക്രീസ് ടു 100 revolutions per minute. ആദ്യത്തെ ആംഗുലർ റെവല്യൂഷൻ 40 revolution per ആംഗുലർ വെലോസിറ്റി വാസ് 40 revolutions per minute. ഇപ്പം എത്രയായി? 100 revolutions per minute ആണ്. വാട്ട് വിൽ ബി ദ ന്യൂ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് 0 ആയതുകൊണ്ട് വി അസ്യൂം ദാറ്റ് ദ ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസർവ്ഡ്. ആൻഡ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല L ഈക്വൽ ടു I ഒമേഗ ആണ്. അപ്പോൾ തുടക്കത്തിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും ആംഗുലർ വെലോസിറ്റിയും I1 ω1 ആണെങ്കിൽ L വിൽ ബി ഈക്വൽ ടു I1 ഒമേഗ. ആൻഡ് അടുത്തത് L ഈക്വൽ ടു I2 ഒമേഗ, വേർ I2 ഇസ് എ ന്യൂ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ω2 ഇസ് എ ന്യൂ ആംഗുലർ സ്പീഡ്. അപ്പം ബിക്കോസ് L ആൻഡ് L ആർ ഈക്വൽ, ഇപ്പോൾ ഇത് രണ്ടും ഈക്വലായി. ഇതിൽ നമ്മൾ I2 ആണ് കണ്ടുപിടിക്കേണ്ടത്, പുതിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു ഗെറ്റ് ഇറ്റ് ഇസ് 2/5 ഓഫ് ദ ഇനീഷ്യൽ moment of inertia.
new moment of inertia is equal to 2 by 5 of the first moment of inertia. Okay. A solid cylinder of mass 20 kilogram rotates about its axis. ഒരു mass ഉണ്ട് 20 kilogram അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് with angular speed of 100 radians per second. Radius of the cylinder is 0.25 meters. Cylinder ആണ്. അപ്പം സിലിണ്ടറിന്റെ റേഡിയസ് 0.25 മീറ്റർ ആണ്. വാട്ട് ഇസ് ദി ആംഗുലർ മൊമെന്റം ഓഫ് ദ സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്? അപ്പം ആംഗുലർ മൊമെന്റം എന്ന് വെച്ചാൽ എൽ ആണ് കാണേണ്ടത്. അപ്പം എല്ലിന്റെ ഏത് ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് ആലോചിക്കുക. അപ്പം എൽ ഈക്വൽ ടു ഐ ഒമേഗ നമുക്കറിയാം. അപ്പം ആ ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷനിൽ ഐ കണ്ടുപിടിക്കുക. ഒമേഗ തന്നിട്ടുണ്ട്. അപ്പം ഐ കണ്ടുപിടിക്കാൻ ഇത് സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ മാസ് സ്ക്വയർ ബൈ 2 ആണ്. അത് ഓർത്ത് വയ്ക്കുക. ആ ഇക്വേഷൻ എഴുതുക. Substitute ചെയ്യുക, you get I ഇവിടെ substitute ചെയ്യുക, ഒമേഗയുടെ വാല്യൂ substitute ചെയ്യുക, you get the answer 6.25 kilogram meter square per second. Okay. Earth revolves round the sun. When it reaches perihelion, its speed increases. Name and explain the principle involved. Earth സണ്ണിന്റെ ചുറ്റുന്നുണ്ട്. അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Earth revolves round the sun. When it reaches the perihelion, its speed increases. Name and explain the principle involved. അപ്പോൾ ഇവിടെ എർത്ത് പെരിഹീലിയൻ എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുന്നു. പെരിഹീലിയൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദി എർത്ത് വെൻ ഇറ്റ് ഇസ് റിവോൾവിങ്. അപ്പം അവിടെ എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി എർത്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ് ബിക്കോസ് ആർ ഡിക്രീസസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുമ്പം നാച്ചുറലി അതിൻ്റെ ആംഗുലർ വെലോസിറ്റി കൂടും. കാരണം അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ് ആംഗുലർ വെലോസിറ്റി ഇൻക്രീസസ്. അതുകൊണ്ടാണ് അതിൻ്റെ സ്പീഡ് അവിടെ കൂടുന്നത്. അപ്പോൾ നെയിം ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ്. ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഹിയർ ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അത് പറയുന്നത് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ദ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ ബോഡി ഈസ് സീറോ, ദി ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസർവ്ഡ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആംഗുലർ മൊമെൻറ്റം എന്നൊരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിന് കുറേ എനർജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. കൈനറ്റിക് എനർജി, വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് നോക്കാം. A solid cylinder of mass 20 kilogram rotates about its axis with angular speed 100 radian per second. Radius of the cylinder is 0.25 meter. What is the kinetic energy associated with rotation? അപ്പം സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാണ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എല്ലാവരും മനസ്സിലാക്കണം, ഓർത്ത് വയ്ക്കണം. എത്രയാ? റൊട്ടേഷൻ്റെ കൈനറ്റിക് എനർജി ഇസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അതാണ് ചോദിച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഐ എന്ന് പറയുന്നത് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് എം ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 100 സ്ക്വയർ. മാസ് ആറോ ഒക്കെ അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് ദി ആൻസർ ആസ് 3125 joules. Why joule? Because it is kinetic energy. Okay. A ring rolls over horizontal surface. Show its translatory kinetic energy and rotational kinetic energy are equal. അപ്പോൾ ഒരു റിംഗ് ആണ്. റിംഗ് ഇങ്ങനെ റോൾ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇസ് ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. വാട്ട് ഇസ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എം ആർ സ്ക്വയർ. അതൊക്കെ അറിഞ്ഞിരിക്കണം, ഓർത്തിരിക്കണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എം ആർ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 6 മാർ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. സോ യു ഹാവ് ഹാഫ് എം വി സ്ക്വയർ. അതായത് ഫോർ എ റിംഗ് ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി is half mv square and rotational kinetic energy is half mv square. So this is equal. Okay. A wheel rolls along a straight line. Derive an expression for the total kinetic energy. അപ്പം ഒരു വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ. അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കറങ്ങുമ്പം ഇറ്റ് വിൽ ഹാവ് ട്രാൻസ്ലേറ്ററി മോഷൻ ആസ് വെൽ ആസ് റൊട്ടേഷൻ മോഷൻ. So kinetic energy will be what? Kinetic energy of rotation plus kinetic energy of translation. But kinetic energy total will be equal to kinetic energy total, translatory motion plus kinetic energy rotational motion. Kinetic energy translatory motion half mv square ആണ്. rotational kinetic energy half I omega square ആണ്. ഇനി അതിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ വീലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് കെ സ്ക്വയർ എം എന്ന് എഴുതാം. എങ്ങനെ ഈ കെ സ്ക്വയർ എം എന്ന് കിട്ടുന്നത്? കെ നമുക്കറിയാം റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്താണ്? കെ ഈക്വൽ ടു √/I/m. അതിൽ നിന്ന് ഐ എത്ര കിട്ടും? കെ സ്ക്വയർ എം എന്ന് കിട്ടും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ.
So half mv square bracket 1 plus k square by r square. This will be the total kinetic energy for a wheel. ഇനി വീലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, അതിന്റെ സ്ഥാനത്ത് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഇതേപോലത്തെ ഒരു ചോദ്യം വേറെ ഉണ്ട്. എ കോയിൻ ഈസ് റോളിംഗ് ഓവർ സർഫസ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് റൊട്ടേഷണൽ? അതായത് അതിൻ്റെ കൈനറ്റിക് എനർജി എത്രത്തോളം റൊട്ടേഷണൽ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഫൈനലി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി ടോട്ടൽ കാണാം. കൈനറ്റിക് എനർജി ടോട്ടൽ എന്താ ഇതിൽ ചെയ്ത പോലെ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. ഇത് ഹാഫ് mv സ്ക്വയർ ആണ്, ഇത് ഹാഫ് i ഒമേഗ സ്ക്വയർ ആണ്. കോയിൻ്റെ കേസ് ആയതുകൊണ്ട് കോയിൻ ഒരു ഡിസ്ക് ആണ്. ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ m²/2 ആണ്. അപ്പം നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് omega is v is equal to r omega, so omega is equal to v by r. ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get 1/4 mv square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ആൻസർ you get it as 3/4 mv square. Hope you have understood. Okay. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ കാണാം. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ് ഹാഫ് i ഒമേഗ സ്ക്വയർ. നേരത്തെ ചെയ്ത ഇതേ സംഭവം തന്നെ ഇവിടെ ചെയ്യാം. ജസ്റ്റ് 1/4 mv square. എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. you get it as 1/3. This is the answer to this question. Okay. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറേ ക്വസ്റ്റ്യൻസ് കൈനറ്റിക് എനർജിയുടെ കേസസിൽ വരുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഈ ഫോർമുല നിങ്ങൾ ഏത് ബോഡി ആയാലും ദ ടോട്ടൽ കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല ട്രാൻസ്ലേറ്റ് റോളിംഗ് ബോഡിയുടെ ഫോർമുല ഇത്രയാണെന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ. അടുത്തത് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m and radius r starts from rest and rolls down an inclined plane. ഇവിടെ ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അത് താഴേക്ക് ഇങ്ങനെ വരുവാണ്. ഫൈൻഡ് ദ വെലോസിറ്റി വെൻ ഇറ്റ് റീച്ചസ് ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ട് പോയിന്റ് ബി ആണ്. അവിടെ എത്തുമ്പം വെലോസിറ്റി എത്രയാണ്? അപ്പം നമ്മളിത് ചെയ്യാൻ ഇവിടെ എടുക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനർജി ഈസ് കൺസേർവ്. ഇവിടെയുള്ള എനർജി തന്നെയായിരിക്കും ഇവിടെയുള്ള എനർജിയും. ഇപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാവുക. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ വിൽ ബി ഈക്വൽ ടു വാട്ട്? കൈനറ്റിക് എനർജി അറ്റ് ബി. സോ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ബി. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്താണ്? mgh ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അറ്റ് ബി? ഇവിടെ ഇത് റോളിംഗ് ആണ്. അപ്പം ഇതിന് ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ അത് രണ്ടും എഴുതി. നേരത്തെ ചെയ്ത പോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് i ഒമേഗ സ്ക്വയർ ആണ് പ്ലസ് ഹാഫ് mv സ്ക്വയർ എന്ന് എഴുതി. ഇനി സ്ഫിയർ ആയതുകൊണ്ട് സ്ഫിയറിൻ്റെ വാല്യൂ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാം. ഇറ്റ് ഇസ് 2/5 mr സ്ക്വയർ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗയുടെ സ്ഥാനത്ത് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v is equal to r ഒമേഗയാണ്. സോ ഒമേഗയുടെ സ്ഥാനത്ത് v/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്താൽ യു ഗെറ്റ് 7/10 mv സ്ക്വയർ. അപ്പം 7/10 mv സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? mgh. അതിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. പിന്നെ v വിൽ ബി ഈക്വൽ ടു √10/7 gh. ഓക്കെ. അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇത് മനസ്സിൽ നോക്കാം. A ring rolls down an inclined plane without slipping. Find the velocity of the ring when it reaches the ground. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു ഇൻക്ലൈൻ പ്ലെയിൻ വരയ്ക്കുന്നു. ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. Potential energy at A will be equal to the total kinetic energy at B, and kinetic energy at B is kinetic energy of rotation plus kinetic energy of translation. Potential energy is written as mgh. Translatory kinetic energy is half mv square. Rotational kinetic energy is half i omega square. ഇതൊരു റിങ്ങിൻ്റെ കേസ് ആയതുകൊണ്ട് ഐ നമുക്കറിയാം mr സ്ക്വയർ ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒമേഗയുടെ സ്ഥാനത്ത് v/r ആണ്. സോ v²/r സ്ക്വയർ ആയി. You get mv square. Now mgh is equal to mv square, so v equal to √gh. This is the velocity of the ring when it reaches the bottom. A body rolls over a horizontal surface with translational kinetic energy E. അതായത് ഹാഫ് mv സ്ക്വയർ E ആണ്. Show that the total kinetic energy is half mv square bracket 1 plus k square by r square. If the body is disk, what is the total kinetic energy? അപ്പോൾ ആദ്യം ഇത് കാണിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈനറ്റിക് എനർജി ടോട്ടൽ എന്താണ്? കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷണൽ ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് i ഒമേഗ സ്ക്വയർ. ഇവിടെ ബോഡി എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല എടുക്കുന്നു. i is equal to what? k square into m. അപ്പം അത് ഇക്വേറ്റ് ചെയ്താൽ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇത് തന്നെയാണ് ഇത്. ഓക്കെ. ഇനി പറയുന്നത് എന്താ? ബോഡി ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? mr²/2 ആണ്. പക്ഷേ മൊമെന്റ് ഓഫ് ഇനർഷ്യൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, k²m റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ യു ഗെറ്റ് k², അതായത് mr²/2 വിൽ ബി ഈക്വൽ ടു k²/m. സോ k²/r² ഇസ് ഹാഫ് കിട്ടി.
അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിൽ. കാരണം ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതാണല്ലോ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഹാഫ് mv² എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഇ ആണ്. അപ്പോൾ ഇവിടെ ഇ ഇട്ടു, ഇ ഇൻറ്റു 3/2 കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ an inclined plane of height h. Moment of inertia of the sphere about diameter is. What is the answer? അത് പഠിച്ചിരിക്കുക, ബൈ ഹാർട്ട് ആക്കുക. 2/5 mr². നേരത്തെയും ചോദിച്ചിട്ടുള്ളതാണിത്. Show that the velocity of the sphere when it reaches the bottom is √10/7 gh. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ പൊട്ടൻഷ്യൽ എനർജി at A is equal to kinetic energy at B ചെയ്യുക. അപ്പം mgh is equal to നമുക്കറിയാം ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ നമുക്കറിയാം. ഇറ്റ് ഇസ് ഹാഫ് mv² 1 + k²/r². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ കേസിൽ I 2/5 mr² ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു k²m. സോ k²/r² ഈക്വൽ ടു 2/5. അപ്പം k²/r² സ്ഥലത്ത് 2/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ കിട്ടും. ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക. യു ഗെറ്റ് V ഈക്വൽ ടു √10/7 gh. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ പാറ്റേൺ ആണ് അല്ലേ? റോളിംഗ് ഡൗൺ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി. അപ്പോൾ ഈ കൈനറ്റിക് എനർജീൻ്റെ ഫോമിലേക്ക് ഒന്ന് ബൈ ഹാർട്ട് ആക്കി ഒന്ന് മനസ്സിൽ വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി. If instead of sphere another body of same mass and radius but of different shape is used, will it reach with the same or different velocity? മാസും റേഡിയസും സെയിം ആണ്, പക്ഷേ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഷേപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. അതുകൊണ്ട് സെയിം വെലോസിറ്റി ആയിരിക്കില്ല, അത് മാറും. സോ ദി ആൻസർ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അടുത്തത് ടോർക്ക് എന്നൊരു സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സസ് ഡാഷ് ടോർക്കാണ്. ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടോർക്കാണ്. ഇസ് മാക്സിമം. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്? ടോർക്കിൻ്റെ ഫോർമുല എന്താ? ടൗ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റയാണ്. ടോർക്ക് മാക്സിമം ആവണമെങ്കിൽ സൈൻ തീറ്റ മാക്സിമം ആവണം. സൈൻ തീറ്റ മാക്സിമം ആവണമെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ദി ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് എന്തായിരിക്കും? 90 ഡിഗ്രി. A meter scale is balanced at 50 centimeter. 50 സെൻറ്റിമീറ്ററിൽ ഒരു മീറ്റർ സ്കെയിലിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെൻ 2 coins each of mass 5 gram, അതായത് 2 കോയിൻസ് ഓരോന്നും 5 gram, അതായത് ടോട്ടൽ 10 gram, are put one on top of the other at 12 centimeter. 12 സെൻറ്റിമീറ്ററിൽ 10 gram വെച്ചിട്ടുണ്ട്. It is found to be balanced at 45 centimeter. Find the mass of the scale. അപ്പം ഇത് ഈ ഒരു അതായത് ഇത് 10 gram 12 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 45 ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ഇവിടെ ഒന്നും വെക്കാത്ത സിറ്റുവേഷനിൽ 50 സെൻറ്റിമീറ്ററിലായിരുന്നു ബാലൻസ്ഡ്. അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ സ്കെയിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഡയഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോർക്കും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് എന്താ? മാസ് weight acting down into this distance, that is mg into 45 minus 10 is 33. ഇവിടുത്തെ ടോർക്ക് എന്താ? weight acting down, that is mass mg into this distance, that is 50 minus 45 is 5. അപ്പോൾ mg into 5. അപ്പോൾ mന്റെ വാല്യൂ 66 gram കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Possibility of falling is more when you are high up on the ladder than when you are at the bottom. Why? ലാഡറിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പം നമ്മളെ ലെങ്ത്ത് അല്ലെങ്കിൽ ആർ അവിടെ കൂടും അല്ലേ? അപ്പം ആറ് കൂടുമ്പം അവിടെ ടോർക്ക് കൂടും. ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലേ? അപ്പോൾ ടോർക്ക് കൂടും. അപ്പം വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ടോർക്ക് കൂടുമ്പം അത് മൂവ് ചെയ്യാനുള്ള സാധ്യത, റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ റൊട്ടേറ്റ് എന്ന് വെച്ചാൽ ഫോളിങ്, അത് സാധ്യത കൂടുതൽ വരും. ഓക്കെ, a wheel starting from rest acquires an angular velocity of 10 radian per second in 2 seconds. Moment of inertia of the wheel is 0.4 kilogram meter square. Calculate the torque acting on it. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആംഗുലർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്, പിന്നെ ടൈം തന്നിട്ടുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. നമ്മളോട് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ടോർക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എല്ലാം കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ഐ തന്നിട്ടുണ്ട്, ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ എന്ന് വെച്ചാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ്. ആംഗുലർ ആക്സിലറേഷൻ ഇസ് വാട്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. സോ ആൽഫ ഈക്വൽ ടു ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ ടൈം. ഇവിടെ ഒമേഗ 0 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞത് 10 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 10 മൈനസ് 0/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 ന്യൂട്ടൺ മീറ്റർ കിട്ടി. Why is it difficult to rotate a stone tied to a longer string than a shorter string?
വീണ്ടും ഇവിടെ ലോങ്ങർ സ്ട്രിങ് ആകുമ്പം ആറിൻ്റെ വാല്യൂ കൂടും. അപ്പം ടോർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് വിൽ ബി മോർ. സോ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റൊട്ടേറ്റ് എ സ്റ്റോൺ ടൈഡ് ടു എ ലോങ്ങർ സ്ട്രിങ്. അപ്പം ക്വസ്റ്റ്യൻസ് കണ്ടാൽ ടോർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര ചോദ്യങ്ങളേ ഉള്ളൂ.